പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പൂവനി കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡൻറ്റും കൃഷി ഓഫീസറും കൂടി നടത്തിയതാണ്. അവർ വളരെ ഭംഗിയായി അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും കുറേ പൂ പറിക്കുകയും ചെയ്തു. അതിനുശേഷം അവരെൻ്റെ മറ്റ് കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയും അവിടെ നിന്ന് നമ്മുടെ കൃഷിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റ് കൃഷികളെന്ന് പറയുമ്പോൾ പ്രധാനമായും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് 1000 മൂട് ഇപ്പോൾ നട്ടിട്ടുണ്ട്. അത് ഏകദേശം പൂ വന്ന് കായും പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും വിളവെടുപ്പ് 2-3 പഴം മാത്രമാണ് പറിച്ചത്. ഇനിയുള്ളത് വീണ്ടും ആവുമ്പോൾ പറിക്കുന്നതാണ്. അതുപോലെ തന്നെ ചേമ്പ്, ചേന, വാഴ, മുളക്, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ തുടങ്ങി എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഹസീന. 2025-26 സാമ്പത്തിക വർഷത്തിലെ കേരള സർക്കാരിൻ്റെ പൂവനി ഓണക്കാല കൃഷി അതിനോടനുബന്ധിച്ചുള്ള പൂക്കൃഷിയുടെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളിവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ പുരാതന കാലം മുതലേ ഒരു കർഷക കുടുംബം കുന്നുംപുറത്ത് വീട്ടിൽ റായിഫ ടീച്ചറും അവരുടെ ഹസ്ബൻഡായ നാസർ സാറും അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളടക്കം എല്ലാവരും പുരാതന കാലം മുതലേ ഏറ്റവും നല്ല കർഷകരാണ്. കർഷകരിലുപരി ഏറ്റവും നല്ല കർഷകർക്കുള്ള അവാർഡുകൾ, എത്രയോ അവാർഡുകൾ വാങ്ങിയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ സംയുക്ത കർഷകരാണ് അവർ. സംയുക്ത കർഷകരെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കൃഷി കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് 1000 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, ചേന, ചേമ്പ്, ചെറുവള്ളിക്കിഴങ്ങ്, നനകിഴങ്ങ്, പച്ചമുളകടക്കം അത് നിരവധി സംയുക്തമായുള്ള കൃഷി എടുക്കുന്ന കുടുംബമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ല ജില്ലയിൽ തന്നെ മാതൃകാപരമായ കൃഷി നടത്തുന്ന ഒരു കുടുംബം ആണ് അവരുടേത്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൃഷിയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ നന്നായി കൃഷി ചെയ്യുന്നവരാണ് അവരുടെ കുടുംബം. ഇതിൻ്റെ പൂവിൻ്റെയോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ പൂവിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇതിനോടനുബന്ധിച്ച് നടത്തുന്നത്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം. അതുപോലെ തന്നെ സംയുക്ത കൃഷി എന്ന് പറയുമ്പോൾ ഏത്തവാഴ, ചീനി, മറ്റുള്ള കൃഷികളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. മാതൃകാപരമായ കൃഷി ചെയ്യുന്ന ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ 5 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അനുഭവം കിട്ടിയിട്ടുള്ളത്. ഏറ്റവും നല്ല കർഷകരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭുവനിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഉദ്യോഗസ്ഥരെ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ 2025-26 വർഷത്തെ ഓണക്കാല പൂവും പച്ചക്കറിയും പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഓണക്കാലത്തുള്ള പൂവിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഹസീന അവർകൾ നിർവഹിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഓണക്കാലത്ത് ആവശ്യമുള്ള പച്ചക്കറികളും ഓണക്കാലത്തെ പൂവും നമ്മുടെ കൃഷിയിടങ്ങളിൽ സ്വയം ഉൽപ്പാദിപ്പിച്ച് നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഷെയറും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഷെയറും ഉൾപ്പെടെ കർഷകർക്ക് വേണ്ടുന്ന നടീൽ വസ്തുക്കളും അതിന് വേണ്ടുന്ന മറ്റ് സംവിധാനങ്ങളും സഹായങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും കീഴിൽ നടപ്പിലാക്കിക്കൊണ്ട് ഏകദേശം 50ഓളം യൂണിറ്റുകളാണ് നമ്മുടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നടത്തി വരുന്നത്. ഇതിൻ്റെ ഭാഗമായി 7-ാം വാർഡിലെ നമ്മുടെ പൂവിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ വരുന്ന ഓണക്കാലത്ത് ആവശ്യമായ പൂവുകൾ നമ്മുടെ പ്രദേശത്ത് തന്നെ സ്വയം ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പൂക്കടകളിലും നമുക്ക് ആവശ്യമുള്ള കർഷകരിലേക്കും അല്ലെങ്കിൽ ആവശ്യക്കാർക്കും മറ്റും എത്തിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം. കൂടാതെ നമുക്ക് ആവശ്യമുള്ള ഈ ഓണക്കാലത്ത് ആവശ്യമുള്ള നാടൻ പച്ചക്കറികളും കൂടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഈ പദ്ധതി കൊണ്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ
ഫാം ടു പ്ലേറ്റ് ബൈ റൈഫ നാസർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റും കൃഷി ഓഫീസറും വന്ന് പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. അതിനുശേഷം അവർ പോയതിനു ശേഷം ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൂടി പിച്ചെടുത്ത പൂക്കളാണിത്. ഏകദേശം ഇത് ഒരു 13 കിലോയിലധികം ഉണ്ട്. അത് വിപണിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതുപോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് പിച്ചത്തക്ക തരത്തിൽ പൂക്കൾ പാകമായിക്കൊണ്ട് ഇരിക്കുകയാണ്. നന്ദി.